ನಂಗ ಲೈಲತುಲ್ ഖദർ ಲಾಸ್ಟ್ 10 ಫಿಕ್ಸ್ ಆಕಿಬಿಟ್ರು. അപ്പമേ അവിടെ ഇപ്പെന്തും ആവാലായിട്ട് ആ മനസ്സിൽ വിചാരിച്ച പോലെ അങ്ങനെന്തും ഇല്ല. ലാസ്റ്റ് 10 ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെട്ട ടൈമും അതേ ടൈമിലു ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമദാൻ തിങ്കളിൻ്റെ 1 പൊടിച്ചിട്ട് 30 ಅದರടൽ ഏത് ചാവും ലൈലത്തുൽ ഖദർ ആവുക ചാൻസ് ഉണ്ടോ? ഉണ്ടായിട്ടിക്കോ, ചിലപ്പോൾ 4ആയിട്ടിക്കോ, എപ്പോഴും ഏത് ചാവും ആവുക ചാൻസ് ഉണ്ടോ? അതുകൊണ്ട് ജാമനത്തെ ദിക്ർ, സ്വലാത്ത്, ഹദ്ദാദ്, അതുപോലെ നിസ്കാര, ജമാഅത്ത്, അത് വളരെ ലൈലത്തുൽ ഖദർ നിരീക്ഷയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നല്ല നിലക്ക് ജമാഅത്ത് കൂടണം. ജാമനത്തെ 2 ജമാഅത്തുണ്ട്. ഒന്ന് മഗ്രിബും പിന്നൊന്ന് ഇശാ. ഇത് ഹൈയസ്റ്റ് ആൾമാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടുണ്ട്. ഒന്ന് മഗ്രിബ് നോമ്പെല്ലാം തുറന്നിട്ടാകുമ്പോഴത്തേക്കും ജമാഅത്ത് കിട്ടില്ല. രണ്ടാമത്തെ ഇശാ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തറാവി ആയോണ്ടിക്കട്, അല്ലെങ്കിൽ ഇശാ ജമാഅത്ത് പാതിയായോണ്ടിക്കട്. ഇങ്ങനെയുള്ള അവസ്ഥ കണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കട്. ഈ ലൈലത്തുൽ ഖദർ വിശേഷം അവിടെ എല്ലാം ഇമാമീങ്ങ ആ ഹദീസ് കൊണ്ടാർ. വറവൽ ബൈഹഖിയു ഖബറ മൻ സല്ലൽ മഗ്രിബ വൽ ഇശാ ഫി ജമാഅത്തിൻ ഹത്താ യൻഖളിയ ശഹ്റു റമദാൻ. ബൈഹഖി ഇമാം റിപ്പോർട്ടാക്കട ഹദീസ്, ആരെങ്കിലും ഓർത്ത മഗ്രിബ് നിസ്കാരത്തെയും ഇശാ നിസ്കാരത്തെയും ജമാഅത്തായിട്ട് നിർവഹിക്കാറായിട്ടായെങ്കിൽ എവിടുത്തോള ഹത്താ യൻഖളിയ ശഹ്റു റമദാൻ, റമദാൻ തിങ്കൾ കഴിഞ്ഞു കിടക്കിറവിടത്തോളം പൂർത്തിയാവിടത്തോളം മഗ്രിബും ഇശാവും ജമാഅത്തായിട്ട് നിർവഹിക്കാറായിട്ടായെങ്കിൽ ഫഖദ് അഖദ മിൻ ലൈലത്തിൽ ഖദ്രി ബിഹള്ളിൻ വാഫിർ. ഫഖദ് അഖദ അവന് പിടിച്ച, അവനക്ക് ലഭ്യമായിട്ട് കരസ്ഥമായിട്ട് മിൻ ലൈലത്തിൽ ഖദ്രി ബിഹള്ളിൻ വാഫിരിൻ, ലൈലത്തുൽ ഖദറിൽ നിന്ന് വലിയൊരു ആനുകൂല്യ, വലിയൊരു ചാൻസ് അവന് കരസ്ഥമാക്കിയ. അപ്പോൾ എല്ലാ നാളിലും മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായിട്ട് നിർവഹിക്കാറായിട്ടായെങ്കിൽ ലൈലത്തുൽ ഖദറിൽ വെച്ച് വലിയൊരു ഭാഗ അവന് കരസ്ഥമാവുള്ളൂ. കാരണം ഏതെങ്കിലും ഒരു നാല് ലൈലത്തുൽ ഖദർ ആയിട്ടിക്കലല്ലേ. അതുകൊണ്ട് എല്ലാ നാളിലും ജാമനത്തെ ദിക്റുങ്ങ, സ്വലാത്തുങ്ങ, നിസ്കാരങ്ങ, ജമാഅത്തുങ്ങ, ഖുർആൻ തറാവി നിസ്കാര, അതുപോലെ തന്നെ ബാക്കിയുള്ള തഹജ്ജുദ് നിസ്കാര, ഇതെല്ലാം നല്ല ഗമനത്തിൽ ശ്രദ്ധയിൽ ഇണ്ട് ലൈലത്തുൽ ഖദറാവാൻ ചാൻസ് ഉണ്ടോ, ചാൻസ് ഉണ്ടോ, ഉണ്ടായിട്ടിക്കുന്നു വിചാരിച്ചോണ്ടും ആക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച ആൾമാരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.